എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റം വരുത്തുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇനി എൻ്റെ ലൈഫിനൊരു മാറ്റം വേണം എന്നൊക്കെ ചിലപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്. കാരണം എല്ലാ ദിവസവും ഇതേപോലെ തന്നെ പോകുന്നു, ഒരു മാറ്റവും ഇല്ല. പിന്നെ ചില അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും അവർക്കൊരു സെൽഫ് റിയലൈസേഷൻ വരിക, അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ചേഞ്ച് വരുത്തുക? അപ്പോൾ അവർ യൂഷ്വലി ഒരു ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു യോഗ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ യോഗ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്തോ ഒക്കെ പോയിട്ടായിരിക്കും അതിൻ്റെ സജഷൻസ് കിട്ടിയിട്ട് അവരത് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം പതുക്കെ ചേഞ്ച് വരുത്തി കൊണ്ടുവരാവുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ അഖില വിനോദ്, യോഗാശ്രം വെൽനസ് OP സെൻറ്റർ, കൊച്ചി ആൻഡ് കാലിക്കറ്റ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് നമ്മളുടെ ആഹാര രീതിയെ പറ്റി ആദ്യം പറയാം. അതായത് നമ്മൾക്ക് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 നേരം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ആ ഒരു ഇതെന്ന് പറയുന്ന 3 നേരമായിട്ട് ചുരുക്കുക. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് കഴിക്കുക, ഡിന്നർ കഴിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഗ്രീൻ ടീ കുടിക്കാം. പിന്നെ നമ്മളുടെ ഡിന്നറിൻ്റെ ടൈം ഒന്ന് നേരത്തെ ആക്കുക, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വൈകിയും കഴിക്കുക. അപ്പോൾ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാനൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത ആൾക്കാർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരും. രണ്ടാമതായിട്ട് വരുന്നത് എക്സസൈസ്. അതായത് ആഴ്ചയിൽ നമ്മൾ 3-4 ദിവസം നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റുക. അതായത് 1 hour നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്ത് നന്നായിട്ട് പോകുന്ന രീതിയിൽ. അതിപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ ഒരു 3 ദിവസം ജിമ്മും ഒരു 3 ദിവസം നിങ്ങൾക്ക് യോഗയോ അല്ലെങ്കിൽ വാക്കിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പക്ഷേ ഈ 4 ദിവസം നിങ്ങൾ സ്വെറ്റ് ചെയ്യുന്നതാണെങ്കിൽ മറ്റ് 2 ദിവസം നിങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ളതാണെങ്കിലും ചെയ്താൽ മതിയാവും. അപ്പോൾ അതാണ് എക്സസൈസ്. ലേഡീസ് ആണെങ്കിൽ ഇപ്പോൾ 3 ദിവസം നിങ്ങൾ ഡാൻസ് ക്ലാസ്സിലോ യോഗ ക്ലാസ്സിലോ ഒക്കെ പോയിട്ട് ബാക്കിയുള്ള ദിവസം നടക്കാൻ പോവുക. അങ്ങനെ ഒരു 4-2 അതായത് 6 ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഒരു ഞായറാഴ്ച നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ ഡേ റെസ്റ്റ്, ഹോളിഡേ, നിങ്ങളുടെ പാഷനായിട്ടുള്ള പാട്ടോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ പ്രകൃതിയുമായിട്ട് കുറച്ച് നേരം നമുക്കൊരു സംവാദം വേണം, അല്ലേ? അതായത് നമ്മൾക്കിപ്പോൾ ഏത് സമയവും നമ്മളൊരു 4 ചുമരിൻ്റെ ഉള്ളിലിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോയി കുറച്ച് നേരം ചെടികളായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പോകാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ചെടികളായിട്ട് കുറച്ച് നേരം ഇത് ചെയ്യുക. കുറച്ച് നേരം നമ്മൾക്ക് എന്തെങ്കിലും ഒരു പാർക്ക് അടുത്തുണ്ടെങ്കിൽ ആ പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം ചെരുപ്പ് ഊരിയിട്ട് കുറച്ച് നേരം നടക്കുക. പിന്നെ വല്ല മരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കുക. അല്ലെങ്കിൽ കടലിൻ്റെ സൈഡായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ആ മണ്ണിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനായിട്ട് നമ്മൾ ഒരു സമയം മാറ്റിവെക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം ഞാൻ പറയാം. അതായത് വല്ല തൊട്ടടുത്തൊരു ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ആ ചായക്കടയിലൊക്കെ പോയി ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു സംസർഗവും അതുപോലെ തന്നെ ആ കുറച്ച് നേരം ഒരു സ്ട്രീറ്റിൽ കൂടെ നല്ല ഭംഗിയുള്ളൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രകൃതിയുമായിട്ട് നല്ലൊരു ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളൊരു യാത്ര, ഒരു അരമണിക്കൂർ, നിങ്ങളുടെ ഒരു സിറ്റി ആണെങ്കിൽ അതിൽ നിന്ന് 1 മണിക്കൂർ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ റീജുവിനേറ്റ് ചെയ്യും. പിന്നെ 4മതായിട്ട് വരുന്നത് ഇപ്പോൾ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുകയാണ് സോഷ്യലൈസേഷൻ. അതായത് ഒരു വ്യക്തിക്ക് സോഷ്യലൈസേഷൻ, ഇപ്പോൾ അവർ പറയുകയാണ് ഞാനൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാണ്, ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞാൽ കൂടി സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ആൾക്കാരുമായിട്ടുള്ള നിങ്ങളുടെ ഒരു സംസർഗം അല്ലെങ്കിൽ ഒരു സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10-100 ആൾക്കാരായിട്ട് പോയി സംസാരിക്കണം എന്നല്ല അവിടെ ഉദ്ദേശിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ടോ കൂട്ടുകാരിയായിട്ടോ കുറച്ച് നേരം നിങ്ങളൊരു പ്രകൃതിയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണെങ്കിലും ആ ഒരു സോഷ്യലൈസേഷൻ, നിങ്ങളുടെ 2-3 ഫ്രണ്ട്സിനെ നിങ്ങൾ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ പോയി കുറച്ച് നേരം നിങ്ങളുടെ തറവാട്ടിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾക്കൊരു ചേഞ്ച് ഓഫ് ഒരു മൈൻഡ് സെറ്റും നിങ്ങൾക്ക് വരും. ഫ്രഷായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമോഷണൽ ഹെൽത്തിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ പറയും ആ പ്രശ്നം നമ്മൾ വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമാവുമെന്ന് പറയും.
പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിങ്ങളുടെ ആ കാര്യം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എത്രയോ ഭാരം അങ്ങ് ഒരു ഇറക്കി വെച്ച പോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ തന്നെ കോംപ്ലിക്കേറ്റ് ആക്കാതെ, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യും. അപ്പോൾ അത് ഒരു ആളോട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുക. അതായത് ട്രൈ ടു അറ്റ്ലീസ്റ്റ് ടേക്ക് 2 times ഫ്രം യുവർ ഹോം. അതായത് ഒരു നേരം നമ്മൾക്ക് പുറത്തു പോകേണ്ട ഒരു ഗതികേടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് അങ്ങനത്തെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ നിന്ന് വരിക, ഉച്ചയ്ക്കുള്ളത് നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു, പക്ഷെ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു നേരം നിങ്ങൾ പുറത്ത് കഴിച്ചാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ 3 നേരവും പുറത്തുനിന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ 2 നേരം പുറത്തുനിന്ന് കഴിക്കുന്നവർ പെട്ടെന്ന് തന്നെ രോഗിയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ പുറത്ത് കിട്ടണമെന്നില്ല, ഒരു കാര്യം. 2, ഇതിൻ്റെ ഉള്ളിലുള്ള സ്പൈസും ഓയിലും വളരെയേറെ കൂടുതലായിരിക്കും. ഇപ്പം നമുക്ക് അത്ര ഓയിൽ വേണ്ട, പക്ഷെ നമുക്ക് ആ ഹോട്ടലിൽ ചെന്നിട്ട് അവരോട് പറയാൻ പറ്റും എനിക്ക് ഇത്ര ഓയിൽ വേണ്ടാന്ന്. പക്ഷെ നമ്മളെ വീട്ടിലാണ് നമുക്ക് പാകം ചെയ്യണം, നമുക്ക് പാകത്തിനുള്ള സോൾട്ട്, നമുക്ക് പാകത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കുക. അത് മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ ചെന്നിട്ട് ചെറുതായിട്ട് വല്ല സൂപ്പോ അല്ലെങ്കിൽ ചെറിയൊരു പൊടിയരിക്കഞ്ഞിയോ അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ ഡിന്നർ അവസാനിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ചേഞ്ച്, അതായത് ഞാനിപ്പോൾ ഒരു 30+ ആയി, അല്ലെങ്കിൽ ഞാനൊരു 40+ ആയി, ഇനി എനിക്കൊരു മാറ്റം വരുത്തണം, ഇനി എനിക്ക് കുറച്ച് ഹെൽത്തി ആവണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി ഇനിയും വരാം.